നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. നമ്മൾ ദിവസേന ചെയ്യുന്ന ചില ശീലങ്ങൾ, നമ്മുടെ ചില ഹാബിറ്റ്സ് കാലക്രമേണ നമ്മുടെ ആരോഗ്യത്തിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാം. അത്തരത്തിലുള്ള 7 തരത്തിലുള്ള മോശം ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഒരുപാട് സമയം ഇരിക്കുക എന്നത്. പലർക്കും ഇരുന്ന് മാത്രം ജോലി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം ഇരിക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ കാലക്രമേണ അത് നമ്മുടെ മസിൽസിനെ വീക്കൻ ചെയ്യുകയും നമ്മുടെ നട്ടെല്ലിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. മാത്രമല്ല, ഒരുപാട് സമയം ഇരിക്കുക മാത്രം ചെയ്യുമ്പോൾ വണ്ണം ഒരുപാട് വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഏരിയയിൽ വണ്ണം കൂടുതൽ വരാം. കാലക്രമേണ ഇത് അമിതമായിട്ടുള്ള BP വരുന്നതിനും, കൊളസ്ട്രോൾ പോലുള്ള അവസ്ഥകൾ വരുന്നതിനും, അല്ലെങ്കിൽ ഡയബറ്റീസ് പോലുള്ള അവസ്ഥകൾ വരുന്നതിനും ഒക്കെ കാരണമാവാം. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇരുന്ന് മാത്രം ജോലി ചെയ്യുന്നവർ ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് ഒക്കെ ഒന്ന് നല്ലതായിരിക്കാം. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തൂടെ തന്നെ ചെറുതായിട്ടൊന്ന് മൂവ്മെൻറ്റ് എന്തെങ്കിലും നടക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ, ഒരുപാട് സമയം ഇരുന്ന് മാത്രം പഠിക്കുന്നവരാണെങ്കിൽ കുറച്ച് സമയം എഴുന്നേറ്റ് നിന്നൊന്ന് ചെറിയൊരു ആ റൂമിൽ തന്നെ ഒന്ന് നടക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ അത് അഫക്റ്റ് ചെയ്യും. അമിതമായിട്ടുള്ള ക്ഷീണം, ഇറിറ്റേഷൻ, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇവയ്ക്കൊക്കെ കാരണമാകും. സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൂഡ് വേരിയേഷൻസ് ഒക്കെ വരാം, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇവയൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ മൊത്തത്തിലുള്ള എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഒരു ഉത്സാഹത്തിനും ഉന്മേഷത്തിനും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യമാണ് രാത്രിയിൽ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കാതിരിക്കുക എന്നത്. പ്രത്യേകിച്ച് വർക്കിൻ്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പഠിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് സമയം TV, മൊബൈൽ, ലാപ്ടോപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഉറങ്ങാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യും. കാലക്രമേണ മൂഡ് വേരിയേഷൻസ്, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മറവി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദിവസേന രാത്രിയിൽ കൃത്യസമയത്ത് നേരത്തെ ഉറങ്ങി രാവിലെ കൃത്യസമയത്ത് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ്. രാത്രി 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രാത്രിയിൽ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കാതിരിക്കുന്നത് കാലക്രമേണ നമ്മുടെ മെറ്റബോളിസത്തിനെ അത് അഫക്റ്റ് ചെയ്യും. ക്രോണിക് ആയിട്ടുള്ള പല അസുഖങ്ങൾ വരുന്നതിന് അത് കാരണമാവും. നാലാമത്തെ ഒരു കാര്യമാണ് അമിതമായിട്ട് സ്ക്രീനിന് മുന്നിൽ സമയം ചെലവഴിക്കുക എന്നത്. അമിതമായിട്ട് മൊബൈല്, TV, ലാപ്ടോപ്പ് ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ വർദ്ധിക്കുമ്പോൾ അതും മാനസികമായിട്ട് മൂഡ് വേരിയേഷൻസിന് കാരണമാകാം, ഇറിറ്റേഷന് കാരണമാകാം, ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാം. വർക്കിൻ്റെ ഭാഗമായിട്ടും ഒരുപാട് സമയം ലാപ്ടോപ്പിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ കാണും. അങ്ങനെയുള്ളവരും ഇടയ്ക്ക് 1 അവർ കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് ഒരു 20 സെക്കൻഡ്സ് ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് കണ്ണിനെ ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്. കണ്ണിടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്യുന്നതും നല്ലതാണ്. ഒരുപാട് സമയം ഇത്തരത്തിൽ സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്യുന്നവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ആയിരിക്കും അവർക്ക് തോന്നുന്നത്. അതുപോലെ ആരുമായിട്ട് ഇടപെടാൻ തോന്നാത്തൊരവസ്ഥ വരാം. ഒരുപാട് സമയം സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്യുന്നവർക്ക് മെന്റലി അവർക്ക് ഒരു റെസ്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് TV കണ്ടുകൊണ്ട് കഴിക്കുക, മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക, അതൊന്നും അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. ഇതെല്ലാം ഡൈജഷനെയും മെറ്റബോളിസത്തിനെയും ഒക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും. അഞ്ചാമത്തെ ഒരു കാര്യമാണ് ഡീഹൈഡ്രേഷൻ, അതായത് ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ. അതിനോടൊപ്പം തന്നെ അമിതമായിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഭക്ഷണം കഴിക്കുക, ടിൻഡ് ആയിട്ടുള്ള പാനീയങ്ങൾ കുടിക്കുക, ഒരുപാട് പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ കുടിക്കുക, ഇതൊക്കെ തന്നെ നമ്മുടെ ഹെൽത്തിനെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യും. സ്റ്റമക്ക് പ്രോബ്ലംസ് ഉണ്ടാകുന്നതിന് കാലക്രമേണ ഇത് കാരണമാകും. കുടലിൻ്റെ ആരോഗ്യത്തിനെ ഇത് അഫക്റ്റ് ചെയ്യും. കാലക്രമേണ ഇത് അമിതമായിട്ട് ക്ഷീണം വരുന്നതിന് കാരണമാവുകയും, അതുപോലെ തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചാലും മൂഡ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരാം. അതല്ല, ഇത്തരം ഭക്ഷണത്തിൽ കലോറി കൂടുതലായിരിക്കും, ന്യൂട്രിയൻസ് ഒന്നും ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ അമിതവണ്ണത്തിനും മറ്റ് പല ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾക്കും ഒക്കെ ഇത് കാരണമാകും. ആറാമത്തെ ഒരു കാര്യമാണ് മൾട്ടി ടാസ്കിങ് എന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരവസ്ഥ. ഇത് മാനസികമായിട്ട് സ്ട്രെസ് ഉണ്ടാക്കുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണതയിൽ എത്താതെ വരികയും ചെയ്യും. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഒരു കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യാതിരിക്കുക. ഏഴാമത്തെ കാര്യമാണ് സെൽഫ് കെയറിങ് ഇല്ലാതിരിക്കുക എന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാൽ ആരും അത്ര ശ്രദ്ധിക്കാത്ത ഒരു കാര്യവുമാണ് സെൽഫ് കെയറിങ് എന്നുള്ളത്. നമുക്ക് ചുറ്റിനുമുള്ളവരെ നമ്മൾ കെയർ ചെയ്യും, അവരുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കും. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോബീസ് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ടുള്ള സമയം കൂടി കണ്ടെത്തുക. നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക.
സെൽഫ് കെയറിംഗ് ഇല്ലെങ്കിൽ നമ്മുടെ എനർജി ലെവൽ വളരെ ലോ ആയി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ മറ്റുള്ളവരെയും കെയർ ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യം അത് കൃത്യമായിട്ട് നോ പറയാനായിട്ടും ശീലിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ലെവൽ ഡൗൺ ആവും. അതുപോലെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക, ആവശ്യത്തിന് ഫ്രൂട്ട്സ്, നട്ട്സ്, പച്ചക്കറികൾ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, പയർവർഗ്ഗങ്ങൾ, മുഴുധാന്യങ്ങൾ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, റെഗുലറായിട്ട് ഒരു എക്സസൈസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക, അമിതമായിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുക, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് മാത്രം എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ രാവിലത്തെയും വൈകിട്ടത്തെയും ഇളം വെയിലൊന്ന് കൊള്ളുന്നതും നന്നായിരിക്കും.